ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. Hey guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വെജിറ്റബിൾ സാലന അല്ലെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറി. ഇത് നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് കഴിക്കാൻ പറ്റിയ കോമ്പിനേഷൻ ആണ്. ആക്ച്വലി പൊറോട്ടയുടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ. പൊറോട്ടയ്ക്ക് കൂടെ കഴിക്കാൻ വെജിറ്റേറിയൻകാർക്ക് നല്ല കോമ്പിനേഷൻ ആണ്. ഇതിലെല്ലാം കഴിച്ചിട്ടുണ്ടാവും വെജിറ്റബിൾ സാലന. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ചെറിയൊരു കഷ്ണം പട്ട, ഒരു ഗ്രാമ്പു, ഒരു ഏലക്ക, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. പട്ട ഏകദേശം ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് 2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സാധാരണ ജീരകവും, അതായത് നല്ല ജീരകവും പെരിഞ്ജീരകവും വേണം. ഞാനിവിടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 1/2 ടീസ്പൂൺ സാധാരണ ജീരകവും എടുത്തിട്ടുണ്ട്. അപ്പം അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഈ മസാല പ്രിപ്പയർ ചെയ്യണം. മസാല പ്രിപ്പയർ ചെയ്ത് നന്നായി അരച്ചെടുത്ത ശേഷം നമുക്ക് മാത്രമേ കറി ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ പെരിഞ്ജീരകവും നല്ല ജീരകവും ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചെറുതായൊന്ന് ജീരകമൊക്കെ ഒന്ന് പൊട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 3 വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു. അതേമാതിരി ചെറിയൊരു കഷ്ണം, ഒരു 1/4 ഭാഗം ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്തില്ല നമ്മൾ, കാരണം അരയ്ക്കാൻ പോവില്ല. അപ്പം ഇങ്ങനെ തന്നെ ഹോളായിട്ട് തന്നെ ആഡ് ചെയ്തോളൂ. നമ്മൾ ഇനി മിക്സിയിലിട്ട് നന്നായി അരയ്ക്കാൻ പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മീഡിയം സൈസ് സവാള, അതേമാതിരി ഒരു കുഞ്ഞു തക്കാളി, വളരെ ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പാതി മതിയാവും കേട്ടോ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മസാല കൂടുന്നതനുസരിച്ച് നമുക്ക് കറി വലുതാക്കാൻ പറ്റും. ഈ മസാലയിലാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ബേസ്. നമുക്ക് ഈവൻ കഷ്ണങ്ങൾ കുറഞ്ഞാലും മസാല നിറയെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി കഴിക്കാൻ പറ്റും. കുതിർത്തും ഒക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഇത് നന്നായി ഒന്ന് സോഫ്റ്റ് ആവണം. സവാളയും തക്കാളിയും നന്നായി ഒന്ന് സോഫ്റ്റ് ആവണം. ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് പോകണം. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ആഡ് ചെയ്ത് തുടങ്ങണം. കഴിഞ്ഞ ശേഷം ചൂടാറിയ ശേഷം മാത്രമേ നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. സവാളയുടെയൊക്കെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. അത്രയും വേണ്ടോ നമുക്ക്. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ഇളക്കി കൊടുക്കുക, എൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഈ കൂട്ടത്തിൽ നമുക്ക് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കണം കേട്ടോ. വെള്ളം ഡ്രൈ ആവുന്നവരെ, വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായി കുക്കായിട്ട് വരും. അതിനുശേഷം വേണം നമുക്ക് ഇത് അരച്ചെടുക്കാൻ. ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച മല്ലിപ്പൊടിയാണ്. മുളക് പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അപ്പോൾ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല മണം വരും. അല്ല നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കുക, നല്ല ടൈറ്റുള്ള കുപ്പിയിലാണ് അടച്ചു വെക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം അതിൻ്റെ മണം ഫ്ലേവറൊക്കെ പോവാതെ ഇരുന്നോളും. അപ്പം അതെങ്ങനെയാണ് പൊടിക്കേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു ദിവസം വീഡിയോ കാണിച്ചു തരാം. ഞാൻ മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് ഇളക്കി എല്ലാം റെഡിയായി. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി. ഇനി ഞാൻ അതിലോട്ട് ഏകദേശം ഒരു 1/4 കപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കിടന്നൊന്ന് നന്നായി ഒന്ന് വേവണം. വെള്ളം ഒട്ടും പാടില്ല. വെന്ത് വന്ന ശേഷം ഇത് മൊത്തം ഡ്രൈ ആയിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച്, അടച്ചൊന്നും വെക്കുന്നില്ല, അടച്ചു വെച്ചിട്ടല്ല ഞാൻ വേവിക്കുന്നത്, തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാൻ പോവാണ്. സവാളയും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ, വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം റെഡി ആയിട്ട് തീ ഓഫ് ചെയ്ത ശേഷം ചൂടാറാൻ വെക്കണം. ചൂടാറിയ ശേഷം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ തലേദിവസമാണ് ഈ മസാല പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞാൻ ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച മസാലയാണ്. തലേദിവസം ഉണ്ടാക്കി വെച്ച മസാലയാണ്. കണ്ടില്ലേ, വെള്ളം ഒട്ടുമില്ല, എല്ലാം അതിൽ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ള വെള്ളമെല്ലാം ഇവാപറേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഞാനൊരു ബോക്സിലാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ഈ മസാല ഒരു മിക്സിയുടെ ജാറിലോട്ട്, അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെക്കണമെന്നില്ല. ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് ഈ വെള്ളമെല്ലാം പോയി ചൂടാറിയ ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അല്ലെങ്കിൽ ഒരു അര കൈപ്പിടി തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അത്രയും മതി. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവുമായിരിക്കും. ഒരു ഫുൾ കൈ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഒരു ഹാഫേ ഉള്ളൂ. ഒരു കൈപ്പിടി നിറയില്ല. അത്രയും തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ചെറുകിയ തേങ്ങയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കണം. അല്ല, മഷി പോലെ അരക്കണം എന്നില്ല, ചെറിയ തരിതരിയായിട്ട് അരച്ചാലും കുഴപ്പമില്ല. കാരണം ആ മസാല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ചിലപ്പോൾ തരിതരിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പം മഷി പോലെ അരക്കണം എന്നില്ല. നന്നായി ഒന്ന് അരച്ചെടുക്കുക. നന്നായി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ആ വെജിറ്റബിൾ സാലഡിന്റെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ മസാലയാണ് ഇമ്പോർട്ടൻറ്റ്. മസാല പ്രിപ്പയർ ചെയ്തല്ലോ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കണം. ഞാനവിടെ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഒരു കുഞ്ഞ് ക്യാരറ്റ്, അതേമാതിരി ഒരു കുഞ്ഞ് ഉരുളക്കിഴങ്ങ്, അതേമാതിരി ഒരു 7-8 ബീൻസും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ പീസ് കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അതും ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട്. ഫ്രോസൺ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനൊരു കുക്കർ വെച്ചു. കുക്കറിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഒരു ബേ ലീഫ്, അതായത് ഒരു വഴണയില ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നാൽ നമുക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ അരപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് പെരിഞ്ജീരകം, അല്ലാതെ ഇനി ഇതിലേക്കും ആഡ് ചെയ്യണം. എന്നാലേ ആ കറിക്കുള്ള ആ ഫ്ലേവർ മുഴുവനായിട്ട് വരുള്ളൂ. ഞാനൊരു ബേ ലീഫ് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് സോട്ടേ ആവട്ടെ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെജിറ്റബിൾസും ആഡ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കുക. ഇതിൻ്റെ കൂടുതൽ ഞാൻ ഗ്രീൻ പീസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രോസൺ ആണ്, അതായത് പച്ചപ്പട്ടാണി. ഫ്രീസ് ചെയ്ത് വെച്ച പച്ചപ്പട്ടാണിയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഡ്രൈ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ കുക്കറിൽ വെച്ചിട്ട് വേവിച്ച് വെക്കുക. എന്നിട്ട് കറി ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിട്ടിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും കുറച്ചേ ഉള്ളൂ കേട്ടോ. വളരെ 2 ടേബിൾ സ്പൂണേ ഞാൻ പച്ചപ്പട്ടാണിയും ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയില്ലേ കറി ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഒരു കറിക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. നമുക്ക് മസാല പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഒരു നേരത്തേക്ക് കഷ്ണങ്ങൾ കുറവാണെങ്കിൽ മസാലയുടെ കൺസിസ്റ്റൻസി വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. കാരണം ആ മസാലയ്ക്ക് അത്ര നല്ല ടേസ്റ്റാണ്. നമുക്ക് എത്ര വേണമെങ്കിലും അതിനെ ഡാല്യൂട്ട് ചെയ്യാം. പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച ആ അരപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം ഞാൻ വളരെ കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. വളരെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. നമ്മൾ അരച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നീതി വേവണ്ടേ. നമ്മൾ അരച്ച് വെച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനപ്പോൾ ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കി ആ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിനനുസരിച്ചിട്ട് വേണേ, ഒന്നിച്ചാടരുത് വിസിൽ വരുന്ന സമയത്ത്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തു. ആ മസാലയായിട്ട് ഒന്ന് വെജിറ്റബിൾസ് ചേരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് കുക്കർ അടച്ച് ഒരു 2-3 വിസിൽ വരുന്നവരെ നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. വിസിൽ വന്ന ശേഷം പ്രഷറെല്ലാം പോയ ശേഷം മാത്രം കുക്കർ തുറക്കുക. അതിനുശേഷം നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഞാൻ കുക്കറൊന്ന് അടയ്ക്കട്ടെ.
വിസിൽ കൂടി ഇരട്ടെ. അതിനുശേഷം ഞാൻ ഒരു 2-3 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഞാൻ കുക്കർ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, കണ്ടല്ലോ, ഇവിടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം വെന്തു. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ, വെള്ളം കുറച്ച് പോരാ, കുറച്ചുകൂടെ ഡയല്യൂട്ട് ആവണം. കുറച്ചുകൂടെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം കുറച്ചുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് മല്ലിയില. അപ്പൊ വെള്ളം നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ കേട്ടോ. ഉപ്പ് പോരെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ ഇനിയും ഡയല്യൂട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഡയല്യൂട്ട് ചെയ്യാം. വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഞാൻ അതിലോട്ട് ഏകദേശം 1 ടീസ്പൂണോളം മല്ലിയില കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ, തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടെ മല്ലിയില അരിഞ്ഞു വെച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ആ ഫ്ലേവർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഡയല്യൂട്ട് ചെയ്യാം കേട്ടോ. ഇനി കുറച്ചുകൂടെ ഡയല്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയല്യൂട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി അല്ലെങ്കിൽ വെജിറ്റബിൾ സാലന റെഡിയായി. ഇത്രയേ ഉള്ളൂ, സെർവ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.